ഹായ്. തമിഴ്നാട്ടിൽ എല്ലായിടത്തും ഇപ്പം ഭയങ്കരമായിട്ട് പൊങ്കലാഘോഷം തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ. എവിടെ പോയാലും ഈ കരിമ്പും പൊങ്കൽ വെക്കുന്ന ഈ മൺകലവും അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഫുള്ളായിട്ടുള്ളത്. നല്ല രസമാണ് ഇങ്ങനെ കാണാൻ എല്ലായിടത്തും. ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഇങ്ങനെ പൊങ്കൽ വെക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഇന്നത്തെ ദിവസം. ഞങ്ങളുടെ താഴത്തെ വീട്ടിലെ പൊങ്കലിൻ്റെ കാര്യങ്ങളാണ് ഇതൊക്കെ. അവിടെ അക്ക ഇങ്ങനെ നമ്മളെ വിളിച്ചിട്ട് പൊങ്കൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കാണിച്ചു തരുമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെ നമ്മളെ കേരളത്തിലുണ്ടോ ഇങ്ങനെ പൊങ്കൽ എന്ന് പറയുന്നൊരു ആഘോഷം? എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞങ്ങളുടെ കോഴിക്കോട് ഞങ്ങളുടെ ഏരിയയിലൊന്നും ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടില്ല എവിടെയും. ഇവിടെ എന്ത് ഫങ്ഷൻ വരുവാണെങ്കിലും ഈ കരിമ്പും കോലവും മസ്റ്റാണ് ഈ തമിഴ്നാട്ടിൽ. എല്ലാ വീട്ടിലും അന്നത്തേക്ക് വാങ്ങിക്കുന്നൊരു സാധനമാണ് ഈ കരിമ്പ്. പിന്നെ എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിലായിട്ട് വലിയ നല്ല രസമായിട്ട് ഇങ്ങനെ കോലം ഇട്ട് വെക്കും. നമ്മുടെ അക്കൻ്റെ ഹസ്ബൻഡും കൂടെ പൊങ്കലിന് അരിയും പരിപ്പും ഒക്കെ പുതിയ മൺകലത്തിലിടുക കേട്ടോ. ഇങ്ങനെ നിലത്തൊക്കെ മഞ്ഞളൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, മഞ്ഞളൊക്കെ വെള്ളത്തിൽ ചാലിച്ചിങ്ങനെ കുടഞ്ഞ് വെച്ചിട്ട് പുതിയ അടുപ്പൊക്കെ വെച്ചിട്ട് അതിൽ പുതിയ മൺകലം വെച്ച് അങ്ങനെ അരിയും പരിപ്പും പിന്നെ പാലും ഒഴിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളെ ഫാമിലിയുള്ള എല്ലാവരും ചേർന്ന് അരി അതിലിടും. എന്നിട്ട് സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുമെന്നാണ് അക്ക പറയുന്നത്. ഈ കർഷകർക്കൊക്കെ നല്ല കൃഷിയിലൊക്കെ ഇത് വരാൻ വേണ്ടി, നല്ല അഭിവൃദ്ധി വരാൻ വേണ്ടിയിട്ട് സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുന്നൊക്കെയാണ് അക്ക ഇതിൻ്റെ ഐതിഹ്യങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ, എന്തിനാണ് ചെയ്യുന്നതെന്നല്ല, എന്താണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് ചോദിച്ചപ്പോൾ അക്ക ഇങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുമോ. നല്ല രസമാണ് കാണാൻ. നമ്മളിതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൊങ്കൽ വിശേഷങ്ങൾ കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ബായ്.